ഹായ് ഹലോ എജുബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഫൗണ്ടർ ഓഫ് നാഷണൽ ഓർക്കസ്ട്ര ഓഫ് ഇന്ത്യ. നാഷണൽ ഓർക്കസ്ട്ര ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ ആരാണെന്ന്? ഓപ്ഷൻസ്: ഉദയ് ശങ്കർ, അനന്ത ശങ്കർ, അനുഷ്ക ശങ്കർ, രവിശങ്കർ. ആൻസർ ഏതാണ്? രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കർ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഫൗണ്ടർ ഓഫ് നാഷണൽ ഓർക്കസ്ട്ര ഓഫ് ഇന്ത്യ ആരാണ്? രവിശങ്കർ, പണ്ഡിറ്റ് രവിശങ്കർ. ഇദ്ദേഹം എന്തിലാണ് പ്രസിദ്ധിയായത്? എന്തിലാണ് പ്രസിദ്ധമാവുന്നത് രവിശങ്കർ? സിത്താറിലാണ്. സിത്താർ. ഓക്കെ, സിത്താറിൽ ഫേമസ് ആയ വ്യക്തിയാണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഭാരതരത്ന പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഏത് വർഷമാണ് രവിശങ്കറിന് ഭാരതരത്ന കിട്ടുന്നത്? 1999 രവിശങ്കറിന് ഭാരതരത്ന കിട്ടുന്നത്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇനി രവിശങ്കറിന്, പണ്ഡിറ്റ് രവിശങ്കറിന് 4 ഗ്രാമി അവാർഡ്സ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 4 ഗ്രാമി അവാർഡ്സ് കിട്ടിയ വ്യക്തിയാണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. അപ്പോൾ SSCക്ക് മുമ്പ് PYQ ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ഈ ആദ്യത്തെ ഗ്രാമി കിട്ടുന്നത് എന്ത് ആൽബത്തിനാണെന്നുള്ളത്. എന്ത് ആൽബത്തിനാണ്? വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്. ഓക്കെ ആണോ? ഇതിനാണ് ആദ്യത്തെ ഗ്രാമി അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് രവിശങ്കറിന് ഗ്രാമി അവാർഡ് നേടിക്കൊടുത്ത ആൽബം ഏതാണ്? വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്. ഓക്കെ ആണോ? ഭാരതത്തിൽ കിട്ടിയത് ഏതാ? 1999. ഓക്കെ ആണേ? അവിടെ കൂടെ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ ആണോ? ഡാഷ് ഇസ് ദ ഫൗണ്ടർ ഓഫ് നാഷണൽ ഓർക്കസ്ട്ര ഓഫ് ഇന്ത്യ. പണ്ഡിറ്റ് രവിശങ്കർ. ഏതാണ്? സിത്താർ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സിത്താറിനാണ് കിട്ടുന്നത്. ഭാരതരത്ന കിട്ടിയ വർഷമാണ് ഏത്? 1999. 4 ഗ്രാമി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്. പിന്നെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ വർഷം 1967. പത്മവിഭൂഷൺ ആണെങ്കിൽ 1981. ഇതിനകത്ത് പത്മവിഭൂഷണും ഭാരതരത്നയുമാണ് ഇമ്പോർട്ടന്റ്. ഇത് രണ്ടും പഠിച്ചു വെക്കുക, നോട്ട് ചെയ്ത് പഠിച്ചു തന്നെ വെക്കുക. ഓക്കെ ആണോ? പണ്ഡിറ്റ് രവിശങ്കർ, സിത്താർ, ഭാരതരത്ന 1999, പത്മവിഭൂഷൺ 1981. എന്താണ് ചോദ്യം? ഫൗണ്ടർ ഓഫ് നാഷണൽ ഓർക്കസ്ട്ര ഓഫ് ഇന്ത്യ ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? Next question. In 1931, the first Indian movie with sound was released. Name the film. ഓക്കെ ആണോ? സൗണ്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ഫിലിമാണ് ഏത്? ആലം ആര. ഓക്കെ ആണോ? ആലം ആര. ഇത് 1931 ആണ് അല്ലേ? 1931. ഡയറക്റ്റ് ചെയ്തത് അർദേശർ ഇറാനി. ഓക്കെ, ആദ്യത്തെ സൗണ്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ മൂവിയാണ് ഇത് ആലം ആര. 1931 അർദേശർ ഇറാനി. ഇതും ഈ രാജാ ഹരിശ്ചന്ദ്രൻ കണക്ട് ചെയ്ത് പഠിക്കുക. ആദ്യത്തെ ഇന്ത്യൻ മൂവിയാണ് ഇത്? രാജാ ഹരിശ്ചന്ദ്ര. വർഷം 19 തിരിച്ചിട്ടാൽ മതി 13. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക. ആദ്യത്തെ ഫിലിം പഠിച്ചു വെക്കാം. ആദ്യത്തെ ഇന്ത്യൻ ഫിലിമാണ് ഇത്? രാജാ ഹരിശ്ചന്ദ്ര. വർഷം 1913. അപ്പൊ സൗണ്ട് കൂടി ഉള്ളതാണെങ്കിൽ തിരിച്ചിടുക. 1931 ഏതാണ്? ആലം ആര. ആരായിരുന്നു? അർദേശർ ഇറാനി. ഇത് ആരാ ഡയറക്ട് ചെയ്ത? രാജാ ഹരിശ്ചന്ദ്ര. മെയിൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഫിലിം ആണല്ലേ? ആരാ? ദാദാ സാഹിബ് ഫാൽക്കെ. ഇതാണ് ആദ്യത്തെ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മൂവിയാണ് ഇത് രാജാ ഹരിശ്ചന്ദ്ര. ആര് ഡയറക്ട് ചെയ്തു? ദാദാ സാഹിബ് ഫാൽക്കെ. വർഷം 1913. ഇത് തിരിച്ചിടുമ്പോഴത്തേനും 1931 ആലം ആരയായി അർദേശർ ഇറാനി. കിസാൻ കന്യ ആദ്യത്തെ കളർ മൂവിയാണ് ഇത്? കിസാൻ കന്യ ഏതാണ്? ആദ്യത്തെ കളർ മൂവി. വർഷം അറിഞ്ഞിരിക്കുക 1936. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ, ഇൻ 1931 ദ ഫസ്റ്റ് ഇന്ത്യൻ മൂവി വിത്ത് സൗണ്ട് വാസ് റിലീസ്ഡ്. ഏതാണ്? ആലം ആര. വർഷം 1931. ആരാണ്? അർദേശർ ഇറാനി. തിരിച്ചിടുമ്പോൾ രാജാ ഹരിശ്ചന്ദ്രയാണ് ആദ്യത്തെ മൂവി. ഏതാണ്? 1913. ആര് ഡയറക്ട് ചെയ്തു? ദാദാ സാഹിബ് ഫാൽക്കെ. കിസാൻ കന്യ ആദ്യത്തെ കളർ മൂവിയാണ് ഏത്? കിസാൻ കന്യ. വർഷം 1936. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്ത ക്വസ്റ്റ്യൻ, who was the UNO's first secretary general from the African continent? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആദ്യമായിട്ട് സെക്രട്ടറി ജനറൽ ആയ വ്യക്തിയാണ് ആര്? ബൂട്രസ് ഖാലി. ഓക്കെ, ബൂട്രസ് ഖാലിയാണ് ആദ്യത്തെ ആഫ്രിക്കൻ, UNOയിലെ സെക്രട്ടറി ജനറൽ ആയ ആദ്യത്തെ ആഫ്രിക്കൻ. അപ്പം UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാ? UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ഇദ്ദേഹമാണ് കേട്ടോ. UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാ? ഇദ്ദേഹമാണ്. ട്രിഗ്വേലി. ആരാണ്? ട്രിഗ്വേലിയാണ് ആദ്യത്തെ
UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ആര്? ട്രിഗ്വേലി. എവിടുത്തുകാരനാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, PYQ ആണ്. ട്രിഗ്വേലി എവിടുത്തുകാരനാണ്? നോർവേ ആണ്. നോർവേ. ഓക്കെ, നോർവേ ആണ് ആര്? ട്രിഗ്വേലി. അപ്പൊ ആദ്യത്തെ UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാ? ട്രിഗ്വേലി. ട്രിഗ്വേലി ട്രിഗ്വേലി എവിടുത്തുകാരനാണ്? നോർവേ. ഇനി ആദ്യ ഏഷ്യൻ ആണ് ചോദിക്കുന്നതെങ്കിലോ? ഫസ്റ്റ് ഏഷ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയും? ഫസ്റ്റ് ഏഷ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയും? യുതാൻഡ്. യുതാൻഡ്. ഓക്കെ, എവിടുത്തുകാരനാണ്? മ്യാൻമാർ ആണ്. മ്യാൻമാർ. ബർമ്മ എന്നും ചിലപ്പോൾ കൊടുക്കാം. അന്ന് എന്തായിരുന്നു? ബർമ്മയായിരുന്നു. അതുകൊണ്ട് ബർമ്മ എന്നും ഓപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ആണ്. ഫസ്റ്റ് ഏഷ്യൻ ആണെങ്കിൽ യുതാൻഡ്, മ്യാൻമാർ. ഫസ്റ്റ് UNO സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ ആരാണ്? ട്രിഗ്വേലി. എവിടുത്തുകാരനാണ്? നോർവേ. ഫസ്റ്റ് ഏഷ്യൻ ആണെങ്കിൽ യുതാൻഡ്, മ്യാൻമാർ. ചോദിച്ചാൽ എന്താണ്? ആഫ്രിക്കയിൽ നിന്ന് വന്നത് ആരാണ്? ബൂട്രസ് ഖാലി. ഇദ്ദേഹം എവിടുത്തുകാരനാണ്? ഈജിപ്റ്റ് ആണ്. ഇദ്ദേഹം ഈജിപ്തുകാരനാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട നിലവിൽ ആരാണ്? നിലവിൽ ഇപ്പൊ ആരാണ്? അന്റോണിയോ ഗുട്രസ്. നിലവിൽ ഇപ്പൊ ആരാ? അന്റോണിയോ ഗുട്രസ്. ഇദ്ദേഹം എവിടുത്തുകാരനാണെന്ന് ചോദിക്കാറുണ്ട്. ഗുട്രസ് എവിടുത്തുകാരനാണ്? പോർച്ചുഗൽ ആണ് കേട്ടോ, പോർച്ചുഗൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടെ. ആദ്യത്തെ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് വന്ന ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ആര്? ബൂട്രസ് ഖാലി. എവിടുത്തുകാരനാണ്? ഈജിപ്റ്റ് ആണ്. ഈജിപ്റ്റ്. ആദ്യത്തെ ഇനി UNOയുടെ തന്നെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലി. ആദ്യത്തത് എവിടുത്തുകാരനാണ്? നോർവേ. ആദ്യത്തെ ഏഷ്യൻ ആണ് ചോദിക്കുന്നത്. യുതാൻഡ് എവിടുത്തെ? മ്യാൻമാർ. അന്റോണിയോ ഗുട്രസ് എവിടുത്തെ? പോർച്ചുഗൽ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു റോട്ട് ദ ഫേമസ് ഹിന്ദി നോവൽ തമസ്? തമസ് എഴുതിയത് ആരാണ്? ഭിഷം സാനിയാണ് തമസ് എന്ന കൃതി എഴുതിയത്. ഇദ്ദേഹത്തിന്റെ മറ്റു കൃതി, ഇദ്ദേഹത്തിന് 1998 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് ടുഡേയ്സ് പാസ്റ്റ്, പിന്നെ ഉള്ളത് ബോയ്ഹുഡ്, പിന്നെ വരുന്ന കൃതിയാണ് മിഡിൽ ഇന്ത്യ. ഇതെല്ലാം ആരുടെ കൃതിയാണ്? ഭിഷം സാനിയുടെ കൃതികളാണ്. ഏതൊക്കെ? ടുഡേയ്സ് പാസ്റ്റ്, ബോയ്ഹുഡ്, മിഡിൽ ഇന്ത്യ. പറഞ്ഞേ, ടുഡേയ്സ് പാസ്റ്റ്, ബോയ്ഹുഡ്, മിഡിൽ ഇന്ത്യ ആരുടെ കൃതികളാണ്? ഭിഷം സാനിയുടെ കൃതികളാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇത് എഴുതിയെടുത്തോണേ. അതിന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടുന്ന കൃതികളാണ് അന്തായുഗ്. ധരംവീർ ഭാരതിയുടെ കൃതിയാണ് ഏത്? അന്തായുഗ്. ആരുടെ കൃതിയാണ്? ധരംവീർ ഭാരതി. അന്തായുഗ്, ധരംവീർ ഭാരതി. ആസാദി ആരുടെ കൃതി? ഇതൊക്കെ ഫ്രീഡം ആ ടൈമിൽ, ആ ഫ്രീഡം ഫൈറ്റ് നടക്കുന്ന ആ ടൈമിൽ എഴുതപ്പെട്ട കൃതികളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, പഠിക്കാം. ആസാദി ആരുടെ? ചമൻ നഹൽ. ആസാദി ആരുടെ കൃതിയാണ്? ചമൻ നഹൽ. പിഞ്ചാർ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിഞ്ചാർ ആരുടെ കൃതിയാ? അമൃത പ്രീതത്തിന്റെ കൃതിയാണ് എന്ത്? പിഞ്ചാർ. ഇത്രയും പഠിച്ചു വെക്കുക, സെറ്റാക്കി വെക്കുക. ഭിഷം സാനിയുടെ കൃതിയാണ് തമസ്. ഇത് PYQ ആണ് കേട്ടോ. ഭിഷം സാനിയുടെ കൃതിയാണ് തമസ്. ടുഡേയ്സ് പാസ്റ്റ് ഭിഷം സാനി, ബോയ്ഹുഡ് ഭിഷം സാനി, മിഡിൽ ഇന്ത്യ ഭിഷം സാനി. അന്തായുഗ ആരുടെയാണ്? ധരംവീർ ഭാരതി. ആസാദിയോ? ചമൻ നഹൽ. പിഞ്ചാർ അമൃത പ്രീതം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് നോൺ as സാഫ്രോൺ ടൗൺ ഓഫ് കാശ്മീർ. കാശ്മീരിന്റെ സാഫ്രോൺ ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പാംബോർ ആണ് കേട്ടോ. പാംബോർ. സാഫ്രോൺ ടൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നത് പാംബോർ. സാഫ്രോൺ ടൗൺ ഓഫ് കാശ്മീർ പാംബോർ. ഓക്കെ, നമുക്ക് കുറച്ച് സിറ്റീസ് നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്. പിങ്ക് സിറ്റി ഏതാ? പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ. പിങ്ക് സിറ്റി ജയ്പൂർ. അതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കുക. ബ്ലൂ സിറ്റിയോ? പിങ്ക് സിറ്റി എല്ലാവർക്കും അറിയാം. ബ്ലൂ സിറ്റി എന്താ? പിങ്ക് സിറ്റി ജയ്പൂർ. ബ്ലൂ സിറ്റി എന്താ? ബ്ലൂ സിറ്റി ജോധ്പൂർ. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പിങ്ക് സിറ്റി ജയ്പൂർ, ബ്ലൂ സിറ്റി ജോധ്പൂർ. പിങ്ക് സിറ്റി ജയ്പൂർ, ബ്ലൂ സിറ്റി ജോധ്പൂർ. അപ്പം നോക്കാം. ഓറഞ്ച് സിറ്റി എവിടാ? ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ് ഓറഞ്ച് സിറ്റി? ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ആണ്. ഓറഞ്ച് സിറ്റി ഏതാ? നാഗ്പൂർ. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാം. ഗ്രേപ്പ് സിറ്റി എന്നറിയപ്പെടുന്നതോ? ഗ്രേപ്പ് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാ? നാസിക് കേട്ടോ. ഗ്രേപ്പ് സിറ്റി, നാസിക്. ഇത് രണ്ടും ചേർത്ത് പഠിക്കുക. ഓക്കെ. പിങ്ക് സിറ്റി ജയ്പൂർ, ബ്ലൂ സിറ്റി ജോധ്പൂർ. ഓറഞ്ച് സിറ്റി നാഗ്പൂർ, ഗ്രേപ്പ് സിറ്റി നാസിക്. സെറ്റ് അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അടുത്ത രണ്ടെണ്ണം നോക്കാം.
ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സിറ്റി ഏതാണ്? ചെന്നൈ. ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ ചെന്നൈ, ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ ചെന്നൈ, ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ ചെന്നൈ. അപ്പൊ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യയോ? മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ ഏതാണ്? മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ ഏതാ? മാഞ്ചസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ അഹമ്മദാബാദ്. മാഞ്ചസ്റ്റർ ചോദിച്ചാൽ അഹമ്മദാബാദ്, മാഞ്ചസ്റ്റർ ചോദിച്ചാൽ അഹമ്മദാബാദ്. ഓക്കെ അല്ലേ? ഇത്രയും നമുക്ക് സെറ്റാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സാഫ്രോൺ ടൗൺ ഓഫ് കാശ്മീർ പാമ്പോർ, പിങ്ക് സിറ്റി എന്താ? ജയ്പൂർ, ബ്ലൂ സിറ്റിയോ? ജോധ്പൂർ, ഓറഞ്ച് സിറ്റി നാഗ്പൂർ, ഗ്രേപ്പ് സിറ്റി നാസിക്, ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ ചെന്നൈ, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ അഹമ്മദാബാദ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, when did British enact the Inland Emigration Act? ഇതും PYQ ആണ്. ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് ഏത് വർഷമാണ് ബ്രിട്ടീഷ് ഇനാക്ട് ചെയ്തത്? ഏത് വർഷമാണ്? 1859 കേട്ടോ. ഇത് ആസാമിലുണ്ടായിരുന്ന ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന, ആസാമിലെ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള റെസ്ട്രിക്ഷൻസ് ആയിരുന്നു ഇത്. അതായത് ആ സ്ഥലം വിട്ട് പോകാൻ പാടില്ല എന്നുള്ളതിന്റെ റെസ്ട്രിക്ഷൻസിനെ പറ്റി പറയുന്ന ആയിട്ടാണ് എന്ത്? ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട്. വർഷം 1859. ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് വർഷം 1859. ഈ 1856 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വിഡോ റീമാരേജ് ആക്ട്. വിഡോ റീമാരേജ് ആക്ട് വർഷം എന്താ? വിഡോ റീമാരേജ് ആക്ട് വർഷം 1856. വിഡോ റീമാരേജ് ആക്ട് വർഷം 1856. ഇനി 1854 എന്താണ്? വുഡ്സ് ഡെസ്പാച്ച് ആണ്. എന്ത്? 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച്. 1856 വിഡോ റീമാരേജ് ആക്ട്. ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് എന്നാണ്? 1859. അടുത്തത് 1870 ഫീമെയിൽ 1870 ഫീമെയിൽ ഇൻഫന്റിസൈഡ് പ്രിവെൻഷൻ ആക്ട്. ഓക്കെ, ഇത് നിലവിൽ വന്ന വർഷം ഏതാണ്? 1870. പഠിച്ചു വെക്കാം. ഫീമെയിൽ പെൺ ശിശു ഹത്യ നിരോധന നിയമം, ഫീമെയിൽ ഇൻഫന്റിസൈഡ് പ്രിവെൻഷൻ ആക്ട് വർഷം 1870. ഫീമെയിൽ ഇൻഫന്റിസൈഡ് പ്രിവെൻഷൻ ആക്ട് 1870. വുഡ്സ് ഡെസ്പാച്ച് എന്നാണ്? 1854. ഇതെന്താണ്? ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് 1859. വിഡോ റീമാരേജ് ആക്ട് 1856. പിന്നെ ഇത് ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ആണെന്ത്? 1890. ഇത് 91. ഇത് എത്രയും കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് എത്രയും ഒരുമിച്ച് തന്നെ പഠിച്ചു വെക്കുക. ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ആണെന്ത്? 1891. ഒന്നുകൂടെ ഒന്ന് ഒരു ബോക്സിലാക്കി എഴുതി വെക്കുക. ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് 1859. 1856 വിഡോ റീമാരേജ് ആക്ട്. 1854 വുഡ്സ് ഡെസ്പാച്ച്. 1870 ഫീമെയിൽ ഇൻഫന്റിസൈഡ് പ്രിവെൻഷൻ ആക്ട്. 1891 ഏജ് ഓഫ് കൺസെന്റ് ആക്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, with reference to space science, which of the following planets do not have even one moon? ഒരു മൂൺ പോലും ഇല്ലാത്ത പ്ലാനറ്റ്സ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ജൂപ്പിറ്റർ, സാറ്റേൺസിനൊക്കെ ഒത്തിരി മൂൺസ് ഉണ്ട് അല്ലേ? നെപ്റ്റ്യൂൺ ഉണ്ട്, മാർസിനുണ്ട്, യുറാനസിനുണ്ട്. ഏതാണ് ഇല്ലാത്തത്? വീനസിനും മെർക്കുറിക്കുമാണ് എന്തില്ലാത്തത്? ഒരു മൂൺ പോലും ഇല്ലാത്ത പ്ലാനറ്റ്സ് ആണ് ഏതൊക്കെ? വീനസ്, മെർക്കുറി. അപ്പം എൻ്റെ ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ് ഏത്? മെർക്കുറി. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ചോദിച്ചാൽ എന്ത് പറയും? മെർക്കുറി. ഏറ്റവും ചെറിയ റെവല്യൂഷൻ ടൈം ഉള്ള പ്ലാനറ്റ് ആണ് ഏത്? മെർക്കുറി. എത്ര ഡേയ്സ് ആണ് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്? എത്ര ഡേയ്സ് ആണ്? പഠിച്ചു വെക്കാം കേട്ടോ. ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 88 ഡേയ്സ് ആണ്. മെർക്കുറിയുടെ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 88 ഡേയ്സ് ആണ്. വളരെ ചെറിയ ഒരു വർഷമുള്ളതും ആർക്കാണ്? മെർക്കുറിക്കാണ്. ഓക്കെ, സെക്കൻഡ് ഡെൻസസ്റ്റ് ആണ്. രണ്ടാമത് സാന്ദ്രത കൂടിയ പ്ലാനറ്റ് ആണ് ഏത്? മെർക്കുറി. ഓക്കെ ആണോ? പിന്നെ അടുത്ത് പറയാനാണെങ്കിൽ വീനസിന്റെ കഴിഞ്ഞ CGL ചോദിച്ചതാണ് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? വീനസ്. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? വീനസ് ആണ്. ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നത് വീനസ് ആണ്. വീനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റൊട്ടേറ്റ്സ് ഇൻ എ റെട്രോഗ്രേഡ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ഇത് കറങ്ങുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നു? പടിഞ്ഞാറ് ഉദിക്കുന്നു. വെസ്റ്റിൽ ഉദിച്ചിട്ട് ഈസ്റ്റിൽ അസ്തമിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്ലാനറ്റ് ആണ് ഏത്? വീനസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാന ക്വസ്റ്റ്യൻ, സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ് ആണ് ഏത്?
വീനസ്. സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ് ആണ് ഏത്? വീനസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് പറയാം, റെട്രോഗ്രേഡ് ഡയറക്ഷനിൽ കറങ്ങുന്നു. പിന്നെ റെവല്യൂഷനെക്കാട്ടിലും റൊട്ടേഷനാണ് എന്ത് ടൈം എടുക്കുന്നത് വീനസിനാണ്. അതായത് ഭൂമി ചുറ്റി വരുന്നത് റെവല്യൂഷൻ, ഇതിനെക്കാട്ടിലും ടൈം എടുക്കും അതിന് സ്വയം കറങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ ലോങ്ങസ്റ്റ് ഡേ ഉള്ള പ്ലാനറ്റ് ആണ് എന്ത്? ലോങ്ങസ്റ്റ് ഡേ ഉള്ള പ്ലാനറ്റ് ആണ് എന്ത്? വീനസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വീനസ്, മാർസ്, മെർക്കുറിയും പറ്റിയൊരു ധാരണ കിട്ടിയില്ലേ? മെർക്കുറിയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. പക്ഷെ മെർക്കുറിയെക്കാട്ടി ചൂട് കൂടുതൽ എന്താണ്? വീനസിനാണ്. അത് ഓർത്ത് വെക്കാം. സൂര്യനോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മെർക്കുറിക്കല്ല ചൂട്. അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കാം. വീനസ് ആണ് ചൂട് കൂടിയ പ്ലാനറ്റ്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? മെർക്കുറിയുടെ റെവല്യൂഷൻ 88 days ആണ്. അത് അറിഞ്ഞു വെക്കാം. ഓക്കെ. റെവല്യൂഷനെ കാട്ടി റൊട്ടേഷന് ടൈം എടുക്കുന്നതാണ് വീനസ്. അതാണ് പ്രധാന പോയിന്റ്. പിന്നെ മറ്റൊരു പ്രധാന പോയിന്റ് ആണ് റൊട്ടേറ്റ്സിന്റെ റെട്രോഗ്രേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ റെവല്യൂഷൻ ഇൻ ഫെർട്ടിലൈസേഴ്സ്? ഗ്രേ, ബ്ലാക്ക്, ഗോൾഡൻ, പിങ്ക്. ഏത് കളറാണ് ഫെർട്ടിലൈസേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ഗ്രേ ആണ് കേട്ടോ. ഫെർട്ടിലൈസേഴ്സ് ഗ്രേ ആണ്. ഗ്രേ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെർട്ടിലൈസേഴ്സ്. ബ്ലാക്ക് റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ. പെട്രോളിയം ഓർ ക്രൂഡ് ഓയിൽ എന്താണ്? ബ്ലാക്ക് റെവല്യൂഷൻ എന്താ? പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ. ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം വരും. ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത്? ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിങ്ക് റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മീറ്റ് അല്ലെങ്കിൽ പൗൾട്രി. മീറ്റ് റെവല്യൂഷൻ ആണെന്ത്? മീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? പിങ്ക് റെവല്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പം ഫെർട്ടിലൈസേഴ്സ് എന്താണ്? ഗ്രേ റെവല്യൂഷൻ. പെട്രോളിയം, ക്രൂഡ് ഓയിൽ ആണെങ്കിൽ ബ്ലാക്ക്, ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ ഗോൾഡൻ, മീറ്റ് പൗൾട്രി ആണെങ്കിൽ പിങ്ക്. പിന്നെ ബാക്കി അറിയാലോ. വൈറ്റ് റെവല്യൂഷൻ ആണെങ്കിലോ? വൈറ്റ് റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മിൽക്ക് അല്ലേ? ബ്ലൂ ആണെങ്കിലോ? ഫിഷ് അല്ലേ? ഫിഷ് ആണ് ബ്ലൂ. വൈറ്റ് ആണെങ്കിൽ മിൽക്ക്, ബ്ലൂ ആണെങ്കിൽ ഫിഷ്. റൗണ്ട് ആണെങ്കിൽ എന്താ? റൗണ്ട് റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റൗണ്ട് റെവല്യൂഷൻ പൊട്ടറ്റോ ആണ് കേട്ടോ. റൗണ്ട് റെവല്യൂഷൻ പൊട്ടറ്റോ. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റാക്കി പോവാം. ഫെർട്ടിലൈസേഴ്സ് ഗ്രേ, പെട്രോളിയം ക്രൂഡ് ബ്ലാക്ക്, ഹോർട്ടിക്കൾച്ചർ ഗോൾഡൻ, മീറ്റ് പിങ്ക്, വൈറ്റ് മിൽക്ക്, ബ്ലൂ ഫിഷ്. റൗണ്ട് ആണെങ്കിലോ? പൊട്ടറ്റോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Dash was the first bank to be fully managed by Indians. ഇന്ത്യൻസ് മാനേജ് ചെയ്ത ഏറ്റവും ആദ്യത്തെ ബാങ്ക് ആണെന്ത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. എന്ന് സ്ഥാപിച്ചു? 1895. ആര്? ഫൗണ്ടേഴ്സിൽ ഒരാളാണ് ആര്? ലാല ലജ്പത് റായ്. ഫൗണ്ടേഴ്സിൽ ഒരാളാണ് ലാല ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഡാഷ് വാസ് ദ ഫസ്റ്റ് ബാങ്ക് ടു ബി ഫുള്ളി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. വർഷം 1895. എന്നാണ്? ആരാണ്? ലാല ലജ്പത് റായ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ചോദിച്ചാൽ എന്ത് പറയും? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അല്ലേ? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ ബാങ്ക്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. വർഷം ഇത് ചോദിച്ചിട്ടുണ്ട്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1770. വർഷം 1770. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എവിടെയാണ്? 1770. ഓക്കെ ആണോ? ഓക്കെ. പഞ്ചാബ്, ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. ഏറ്റവും ആദ്യം നിലവിൽ വരുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. ഇന്ത്യൻസ് മാത്രം കൺട്രോൾ ചെയ്ത ബാങ്കാണ് ഇത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1895. ആര് സ്ഥാപിച്ചു? ലാല ലജ്പത് റായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which year did the government of India pass the Water Prevention and Control Act to safeguard our water resources? Simply Water Act. Water Act നിലവിൽ വന്ന വർഷം 1974. Water Act നിലവിൽ വന്ന വർഷം 1974. കണക്ട് ചെയ്ത് പഠിക്കുക. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നായിരുന്നു? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1972-ലാണ്. ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? പ്രോജക്ട് ടൈഗർ. വർഷം എന്നാ? 1973. മനസ്സിലായോ? അടുത്ത വാട്ടർ ആക്ട്
വാട്ടർ ആക്ട് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു. വാട്ടർ ആക്ട് എന്നാണ് 1974. ഇതെത്രയും ഒരുമിച്ച് പഠിച്ചു വെക്കുക. ഇതെത്രയും ഒരുമിച്ച് പഠിക്കുക. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? പ്രോജക്ട് ടൈഗർ വരുന്നത്. ടൈഗർ 1973. വാട്ടർ ആക്ടോ 1974. ഇത്രയും സെറ്റ് അല്ലേ? ഇത് ഒരുമിച്ച് പഠിക്കുക. ഇനി അടുത്തത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വർഷം 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഇത് ഒരുമിച്ച് പഠിക്കാം. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ എയർ ശുദ്ധിയാവുള്ളൂ അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. എയർ ആക്ട് 1981. ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ എയർ പ്യൂരിഫൈ ആവുള്ളൂ അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, എയർ ആക്ട് 1981. സെറ്റ് അല്ലേ? ഇത്രയും 5 വർഷം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, പ്രോജക്ട് ടൈഗർ 1973, വാട്ടർ ആക്ട് 1974. ഇത്രയും ഒരുമിച്ച് പഠിക്കുക. അടുത്തത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, എയർ ആക്ട് 1981. ഇനി ഒരു 2 വർഷം കൂടെ പഠിക്കണം. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. ഇത് എഴുതിയെടുത്തോണേ. അടുത്തത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് വർഷം. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പഠിച്ചു വെക്കണേ. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് വർഷം 2002. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് വർഷം 2002. അടുത്തത് ഇതിന്റെ കൂടെ തന്നെ പഠിക്കുക നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇത് രണ്ടും ചേർത്ത് പഠിക്കുക. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇമ്പോർട്ടൻ്റ് ആണ്. 2010 ഒക്ടോബർ 18. ഡേറ്റ് സഹിതം പഠിച്ചു വെക്കാം. 2010 ഒക്ടോബർ 18. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലോ 2010 ഒക്ടോബർ 18. ഇത്രയും വർഷമാണ്. ഇതിനിടെ നമ്മൾ എത്ര വർഷം പഠിച്ചു? ആദ്യത്തെ 3 എണ്ണം 2, 5, 6, 7 വർഷം നമ്മൾ പഠിച്ചു. അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് ആണ് എല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന 1972. അതിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത വർഷം പ്രോജക്ട് ടൈഗർ വരുന്നു 1973. തൊട്ടടുത്ത വർഷം വാട്ടർ ആക്ട് 1974. അടുത്തത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. തൊട്ടടുത്ത വർഷം എയർ ആക്ട് 1981. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ 2010 ഒക്ടോബർ 18. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഈ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും സെറ്റാക്കി വെക്കുക. നോട്ട്സ് എഴുതിയെടുക്കുക. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകൾ റിവൈസ് ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.